ശ്രീ സേനാപതി വേണു, ഇവിടെ ഒരു ദാരുണ സംഭവത്തിന്റെ മുഖത്ത് നിന്നാണ് നമ്മൾ ഈ വിഷയത്തെ കാണുന്നത്. വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ നമ്മളെങ്ങനെ അതിനെ അഭിസംബോധന ചെയ്യണം എന്നൊരു ചോദ്യം കൂടി ബാക്കിയാകുന്നുണ്ട്. ഇന്ന് വലിയ പ്രതിഷേധമൊക്കെ അവിടെ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തി, അത് സ്വാഭാവികവുമാണ്. അന്വേഷണ റിപ്പോർട്ട് പ്രാഥമികമായി ലഭിച്ചു എന്നുള്ളത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രതികരണത്തിൽ കാണുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾ കാണുന്നത്? എങ്ങനെയുള്ള നടപടികളാണ് പ്രതീക്ഷിക്കുന്നത്? അക്ഷിത, ഇതിനെ നമ്മൾ എന്താ പറഞ്ഞ അക്ഷിത, ഈ ചർച്ചയ്ക്ക് തന്നെ വിളിക്കുമ്പോൾ ഞാൻ അത്തരം ഒരു മാനസികാവസ്ഥയിലായിരുന്നു. കാരണം ഇതിൽ പങ്കെടുക്കണോ എന്ന് പോലും. 13 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ മരണം, അത് ദുഃഖിപ്പിക്കാത്ത ഒരു മനുഷ്യനായി പിറന്ന ഒരാൾക്കും എന്താ പറഞ്ഞ് വേദനിക്കാതെ നമുക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല. ഞാനിവിടെ ഷാഫി പറഞ്ഞത് വളരെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം അവസാനം പറഞ്ഞൊരു കാര്യം, ഇതിലാരൊക്കെയോ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. ഇവിടെ അക്ഷിത, നമ്മൾ അറിയേണ്ടത്, കഴിഞ്ഞ മെയ് മാസം 13 പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ ഷാനവാസിന്റെ ഒരു സർക്കുലർ ശ്രീ ഷാഫിയും കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആ സർക്കുലറിലെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം, സ്കൂൾ കോമ്പൗണ്ടിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി ലൈനുകൾ, സ്കൂൾ കോമ്പൗണ്ടിലോ പരിസരത്തോ നിൽക്കുന്ന ടെലഫോൺ പോസ്റ്റുകൾ, സ്റ്റേ വയറുകൾ, സ്കൂൾ പരിസരത്തുള്ള ട്രാൻസ്ഫോർമറുകൾ, ഇത് സുരക്ഷിതമായിട്ട് ഉണ്ടോ എന്ന് സ്കൂൾ മാനേജ്മെന്റും സ്കൂളിന്റെ ചുമതലക്കാരനും അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വപ്പെട്ട ആളുകളും പരിശോധിക്കണമെന്നുള്ള സർക്കുലർ മെയ് മാസം 13 പുറപ്പെടുവിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ വിനയപൂർവമായ ഒരു ചോദ്യം, ഇങ്ങനെ ഒരു സർക്കുലർ കിട്ടുമ്പോൾ ആ സ്കൂളിന് നേതൃത്വം കൊടുക്കുന്നയാൾ, അധ്യാപകർ, മാനേജ്മെന്റ്, ആരും ഈ ഒരു സർക്കുലർ കിട്ടുമ്പോൾ അവരതൊന്ന് വായിച്ചിട്ട്, എടാ ഞങ്ങളുടെ കോമ്പൗണ്ടിനുള്ളിൽ കൂടെ അപകടകരമായ രീതിയിൽ ഒരു ലൈൻ കടന്നു പോകുന്നുണ്ടല്ലോ, ഈ അത് പറഞ്ഞിരിക്കുന്നത് ഷനവാസിന്റെ സർക്കുലർ പറഞ്ഞിരിക്കുന്നത് മെയ് 27, കാരണം ജൂൺ 1 സ്കൂൾ തുറക്കുന്നതിന്റെ 4 ദിവസം മുമ്പ് തന്നെ അത് പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോ ഇങ്ങനെ ഒരു സർക്കുലർ കിട്ടിയിട്ട് ആ സർക്കുലറിൽ ഒരു നടപടിയും ഈ സ്കൂൾ അധികൃതർ സ്വീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആദ്യത്തെ കുറ്റവാളികൾ ആരാണ് അക്ഷിത? ആദ്യത്തെ കുറ്റവാളി ആരാണ്? ആ സ്കൂളിന്റെ നേതൃത്വം കൊടുക്കുന്ന മാനേജ്മെന്റ്, അതിന്റെ പ്രിൻസിപ്പാൾ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ. കാരണം ഇവിടെ മന്ത്രിയുടെ എന്താ പറഞ്ഞ ഈ കാര്യത്തിലുള്ള നിർദ്ദേശത്തെക്കുറിച്ചും ഷാഫി സൂചിപ്പിച്ചു. ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം കർശനമായി മെയ് മാസം 27, കാരണം ജൂൺ 1 സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഈ കാര്യത്തിൽ നടപടി സ്വീകരിച്ച് ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കണം. അപ്പൊ എന്ത് നടപടിയാണ് ഇവർ സ്വീകരിച്ചത്? ഇവരൊരു നടപടിയും സ്വീകരിച്ചില്ല. ആ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം ഞാൻ പറയുമ്പോൾ അക്ഷിത, അത് രാഷ്ട്രീയമല്ല. ഈ സ്കൂളിന്റെ മാനേജർ, ഞാൻ ഇപ്പോ അതിൻ്റെ അകത്തൊരു രാഷ്ട്രീയമല്ല, CPM പാർട്ടിയുടെ അവിടുത്തെ പ്രദേശത്തെ ഉന്നതനായ ഒരു നേതാവും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുമാണ്. അവർ നേതൃത്വം കൊടുക്കുന്ന സ്കൂളിൽ അവിടെ ചട്ടങ്ങളൊന്നും ആർക്കും ബാധകമല്ലല്ലോ. അത് ബാധകമല്ലാത്തത് കൊണ്ടല്ലേ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറപ്പെടുവിച്ച ഒരു ഉത്തരവിനെ പുല്ലുവില പോലും കണക്കാക്കിക്കൊണ്ട്. ഇനി വേറൊന്നുകൂടി ശ്രീ സേനാപതി വേണു, ഇപ്പോൾ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എനിക്കറിയാം, ഞാൻ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് താങ്കളെ വിളിക്കുമ്പോൾ താങ്കൾ ആദ്യം ഈ ചർച്ചയിൽ തന്നെ സൂചിപ്പിച്ച അതേ മനസ്ഥിതി, അതേ മനോനില താങ്കൾ എന്നോട് വ്യക്തിപരമായും പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ ഞാനും താങ്കളോട് പറഞ്ഞു, ഒരു തീവ്രമായ ഒരു ചർച്ചയിലേക്ക് പോകേണ്ട ഒരു വിഷയമല്ല ഇത് എന്നുള്ള ബോധ്യം നമുക്ക് രണ്ടുപേർക്കുമുണ്ട്, ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും കാണുന്നവർക്കുമുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ താങ്കൾ പറഞ്ഞൊരു കാര്യത്തിൽ അല്പം വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഇത് അതിവൈകാരികമായ ഒരു വിഷയം കൂടിയാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ CPIM നേതൃത്വം കൊടുക്കുന്നതാണെന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ ഞാനിപ്പോൾ അല്ല ശ്രീ സേനാപതി വേണം, അതിലൊന്ന് വ്യക്തത വരുത്തി പോകാമെന്ന്. ഞാൻ തർക്കത്തിനല്ല കേട്ടോ, വാസ്തവത്തിൽ ഞാൻ തർക്കിക്കാനേ അല്ല പറയുന്നത്, വ്യക്തതയ്ക്ക് വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ഈ സ്കൂൾ, കൊല്ലത്തെ തേവലക്കര ബോയ്സ് സ്കൂൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ കൊല്ലം ജില്ലയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്കൂളാണ്, അറിയപ്പെടുന്ന സ്കൂളുമാണ്. ഇങ്ങനൊരു അപകടം നടക്കുമ്പോഴാണ് ഇതിന്റെ മാനേജ്മെന്റ് ആരാണ് എന്നുള്ളതൊക്കെ ഞാൻ പോലും പരിശോധിക്കുന്നത്. അപ്പോഴാണ് ഇതൊരു ജനകീയ സമിതിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് നമ്മൾ കാണുന്നത്, അറിയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇതിൽ വ്യത്യസ്ത രാഷ്ട്രീയ വിഭാഗത്തിലുള്ളവർ ഉണ്ടാകാം, താങ്കൾ പറഞ്ഞതുപോലെ CPM-കാരുണ്ടാകാം, അതോടൊപ്പം തന്നെ കോൺഗ്രസോ BJP ഒക്കെ ഉണ്ടാകാം, അറിയില്ല നമുക്ക്. പക്ഷേ അതുകൊണ്ടുകൂടിയാണ് ഇതിലൊരു ആ നിലയിൽ CPM നേതൃത്വം കൊടുക്കുന്നത് കൊണ്ടാണ് ഇടപെടൽ ഉണ്ടായത്, അല്ലെങ്കിൽ ഫിറ്റ്നസ് ഇല്ലാതിരുന്നിട്ടും ആ സ്കൂളിന് പ്രവർത്തിക്കാനായത് എന്നുള്ളൊരു വാദം, ഒരു പഴിചാരൽ, അത് ശരിയാണോ ശ്രീ സേനാപതി വേണു? ചിലപ്പോൾ മറ്റുള്ളവരും ഉണ്ടാകില്ലേ ആ ജനകീയ സമിതി? ഞാനൊരു വേറൊരു കാര്യം ചോദിക്കുന്നു. അവിടെ സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപകര് വൈദ്യുതിയെ കുറിച്ചൊക്കെ നമ്മൾ അതിൻ്റെ ഒരു എന്താ പറഞ്ഞ പ്രസരണം, ഇത് ചാലകം എന്നൊക്കെ നമ്മൾ എന്താ പറഞ്ഞ ഒരു 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമാണല്ലോ. അവിടെ ഇത് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അറിയത്തില്ലേ ഇങ്ങനെ ഒരു ഷെഡിന്റെ മുകളിൽ കൈയെത്തുന്ന ദൂരത്തിൽ പോകുന്ന ഒരു വൈദ്യുതി ലൈൻ
അത് അപകടകരമാണ് എന്ന് അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു ഒരു എന്താ പറഞ്ഞാൽ അതിനെന്തെങ്കിലും നമുക്ക് ഒരു പ്രത്യേക പഠിപ്പോ അറിവോ വല്ലതും വേണോ? അതൊക്കെ ഒരു മനുഷ്യന്റെ പ്രായോഗികമായ ഒരു കാര്യത്തിലുള്ളതല്ലേ. അത് മാറ്റാനായിട്ട് ശ്രമിക്കാത്തതും ശ്രദ്ധിക്കാത്തതും ഉണ്ടാക്കിയ ഒരു ദുരന്തം. നമ്മളിത് ആരോട് സമാധാനം പറയും അക്ഷിത? ആ കുട്ടിയുടെ അമ്മ വിദേശത്ത് എവിടെയോ ആണ്, അവര് തുർക്കിയിൽ അവര് നിൽക്കുന്ന അവരുടെ എന്താ പറഞ്ഞ സ്പോൺസറിന്റെ കൂടെ യാത്ര പോയിരിക്കുന്നു. അവരുടെ ഒരു മാനസിക സന്തോഷത്തിന് അവർ പോയിരിക്കുന്നു. അവരിപ്പോൾ വിവരം അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. 13 വയസ്സുള്ള ഒരു കുട്ടി, അവരുടെ വീട് കണ്ടാൽ അറിയത്തില്ല. എത്രയോ എന്താ പറഞ്ഞ നിർധനരായ ആള്. അപ്പൊ രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ അവർ സാഹസികത കാണിക്കുന്നേ. ആ സാഹസികത ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. സ്കൂളിന്റെ മതിലുകൾ സുരക്ഷിതമായിരിക്കണം. ചാഞ്ഞോ ചെരിഞ്ഞോ നിൽക്കുന്ന മരം അത് കുട്ടികളുടെ ശരീരത്തോ വീഴാതിരിക്കാൻ ഉള്ള സുരക്ഷാ നടപടികൾ ഇത് എടുക്കണം എന്ന് ഗവൺമെന്റ് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുമ്പോഴും അതിൽ വീഴ്ച വരുത്തുന്ന ആളുകൾ. മറ്റൊരു കാര്യം കൂടി ഇവിടെ ഷാഫി പറഞ്ഞതിന് ഞാൻ കൂട്ടിച്ചേർക്കുക. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്ന കമ്മിറ്റി ഈ ലൈൻ കടന്നു പോകുന്നു. 40 കൊല്ലമായിട്ടുള്ള ലൈനാണ്. 8 കൊല്ലോ 9 കൊല്ലമായിട്ട് അതിന്റെ അടിയിൽ ഷെഡും പണിതുന്നു. ഈ ലൈൻ ഇതുപോലൊരു സർക്കുലർ വന്ന് ചൂണ്ടിക്കാണിച്ചതിന് ശേഷവും ഇത് മാറ്റാൻ തയ്യാറാകാത്ത ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാര്, അവർക്കെതിരെ ക്രിമിനൽ നടപടിയല്ലേ സ്വീകരിക്കേണ്ടത്? ഈ സ്കൂൾ മാനേജ്മെന്റും സ്കൂളിന്റെ അധികൃതരും അവര് ദേ ആർ ലൈബിൾ. അവര് ക്രിമിനലി ലൈബിൾ ആണ്. ആ ലൈബിലിറ്റി ഇത് നമ്മൾ ആരെയെങ്കിലും പറഞ്ഞു. ഇപ്പം നെല്ലിമറ്റത്ത് ഒരു സ്കൂളിൽ 5-6 വർഷം മുമ്പ് സ്കൂൾ ബസിന്റെ മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. വഴി സൈഡിൽ നിന്നതാ. നാച്ചുറൽ കലാമിറ്റിയാ, നമുക്ക് ആർക്കും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ ഗവൺമെന്റ് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, നിങ്ങളുടെ സ്കൂളിലും സ്കൂളിന്റെ പരിസരത്തോടെയും പോകുന്ന വൈദ്യുതി ലൈനുകൾ അപകടകരമാണെങ്കിൽ അത് അടിയന്തരമായി മാറ്റണമെന്ന് മുന്നറിയിപ്പ് നിൽക്കുമ്പോൾ, ആ മുന്നറിയിപ്പ് വന്ന് 30 ദിവസമോ 40 ദിവസമോ കഴിയുമ്പോൾ അവിടെ അപകടം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് നാച്ചുറൽ കലാമിറ്റി അല്ലല്ലോ, അത് അനാസ്ഥ. ശരിയാണ്. ശ്രീ സേനാപതി വേണം, അങ്ങനെ ഒരു അനാസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തവുമാണ്.